യുവാക്കളുടെ കൂട്ടായ്മയിൽ യാഥാർത്ഥ്യമായ റോഡിന് കുറുകെ ഇവരുടെ തന്നെ പരിശ്രമത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം നാടിന് സമർപ്പിച്ചു. കാപ്പുപറമ്പിൽ നിന്നും എടത്തനാട്ടുകര കോട്ടപ്പളയിലേക്കുള്ള എളുപ്പവഴിയായ കാപ്പുപറമ്പ് നൂണപ്പാടം ചൂരിയോട് റോഡിന് കുറുകെയുള്ള കാക്കേനിത്തോടിനാണ് 3 ലക്ഷം രൂപ ചിലവിൽ പാലം നിർമ്മിച്ചത്. നൂണപ്പാടം പ്രദേശത്തെ കാരണവർ ചെട്ടിയമ്പറമ്പൻ കുട്ടൻ പാലം ഉദ്ഘാടനം ചെയ്തു. ചൂരിയോട് നൂണപ്പാടം കേസുപറമ്പ് വഴി മണ്ഡപക്കുന്നിലേക്ക് യുവാക്കൾ ചേർന്ന് നിർമ്മിച്ച ഇൻഡിപെൻഡൻസ് ഡേ റോഡിന് കുറുകെയുള്ള കാക്കേനിത്തോടിനാണ് പാലം നിർമ്മിച്ചത്. നൂണപ്പാടം പ്രദേശത്തെ കാരണവർ ചെട്ടിയമ്പറമ്പൻ കുട്ടൻ പാലം ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളും റോഡിനായി സ്ഥലം വിട്ടു നൽകിയവരും റോഡ് നിർമ്മാണ കൂട്ടായ്മ അംഗങ്ങളും ചേർന്നാണ് 3 ലക്ഷം രൂപ ചെലവിൽ 13 അടി വീതിയും 15 അടി നീളവുമുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത്. ഇതോടൊപ്പം റോഡിനു കുറുകെ 18,000 രൂപ ചെലവിൽ 2 ഓവുചാലുകളും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. പാലം യാഥാർത്ഥ്യമായതോടെ വാഹനങ്ങൾക്ക് നിലവിൽ കടന്നുപോകാൻ സാധിക്കും. എന്നാൽ 450 മീറ്റർ ഭാഗം റോഡ് പാടശേഖരത്തിലൂടെ ആയതിനാൽ വർഷകാലങ്ങളിൽ വെള്ളം കയറും. പിന്നീട് 6 മാസത്തോളം യാത്ര അസാധ്യമാണ്. ഇരുവശവും ഉയർത്തിയാൽ പ്രശ്നപരിഹാരമാകും. ഇതിനായി MP ഫണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൂട്ടായ്മ അംഗങ്ങൾ. ഇനിയിപ്പോൾ ഇത് ശരിക്കും മഴക്കാലത്തും കൂടിയും ഇത് ശരിയാകണം എന്നുണ്ടെങ്കിൽ MLA ഫണ്ടോ MP ഫണ്ടോ നിർബന്ധമായിട്ട് ഇതിലേക്ക് കിട്ടണം. പിന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്. പിന്നെ 2 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അപ്പോൾ MP ഫണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ MP ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നായിട്ട് ഈ ഫണ്ട് തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇതിനി അതിൻ്റെ ഒരു വിശ്രമമില്ലാത്ത ഓട്ടത്തിലായിരിക്കും. അപ്പം ആയതുകൊണ്ട് അത് പെട്ടെന്ന് തരണമെന്ന് ഞങ്ങൾ MP ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നുണ്ട്. കാപ്പുപറമ്പ് പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പലരും പലവിധം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് കാപ്പുപറമ്പിലെയും ചൂരിയോട്ടെയും നൂണപ്പാടത്തെയും 10ഓളം യുവാക്കൾ ചേർന്ന് റോഡ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. കാലങ്ങളായി പ്രദേശത്തുകൂടെ നടവഴി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് റോഡാക്കണമെന്നായിരുന്നു ആഗ്രഹം. 450 മീറ്റർ ദൂരമുള്ള വഴിയുടെ ഇരുവശവുമുള്ള സ്ഥലോടമകളെ യുവാക്കൾ നേരിട്ട് കണ്ട ആവശ്യം അറിയിച്ചതോടെ സൗജന്യമായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി. തുടർന്നാണ് 4 മീറ്റർ വീതിയിലുള്ള റോഡിന്റെ നിർമ്മാണം കൂട്ടായ്മ അംഗങ്ങൾ നടത്തിയത്. മഴക്കാലത്ത് ഗതാഗത യോഗ്യമാകണമെങ്കിൽ 2 സൈഡും കെട്ടി മണ്ണ് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ഇടേണ്ടി വരും. അപ്പോൾ അതിന് നല്ലൊരു ഫണ്ട് ആവശ്യം വരും. ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇനി അടിയന്തരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫണ്ടാണ് ആവശ്യം. അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ഏകദേശം 50 ലക്ഷം രൂപയുടെ ഫണ്ടൊക്കെ ആവശ്യം വരും. അപ്പം അതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വാർഡ് മെമ്പർ അടക്കം ചേർത്ത് ഒറ്റക്കെട്ടായി ആ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. റോഡ് നവീകരണത്തിന് തുടർന്ന് MP ഫണ്ട് കാത്തിരിക്കുകയാണ് നാട്ടുകാരും. 2 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്നു. അമ്പലപ്പാറ എന്നും ഏറ്റവും വേഗത്തിൽ എടത്തനാട്ടുകരയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണിത്. അപ്പോൾ MP നേരത്തെ മാനു സൂചിപ്പിച്ചതുപോലെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രദേശത്ത് ഏകദേശം 50 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ റോഡിന് MP ഫണ്ട് അനുവദിച്ചു തരണം. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡ് മെമ്പറെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ഇതിന് ഫണ്ട് അനുവദിച്ചു തരണമെന്നാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം. കാപ്പുപറമ്പിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എടത്തനാട്ടുകരയിലേക്ക് എത്താനുള്ള വഴി കൂടിയാണിത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.